കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും അവിടുത്തെ കരുണയാൽ നമ്മെ നടത്തുന്നല്ലോ, കരം പിടിച്ച് നടത്തുന്നല്ലോ, കരുത്തും കൃപയും ദൈവം നൽകുന്നല്ലോ. എല്ലാത്തിനായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ ഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിക്കും. ശാശ്വതമായൊരു പാറ നമുക്കുണ്ടാകും. യുഗങ്ങളുടെ പാറയായ കർത്താവിൽ എന്നേക്കും ആശ്രയിപ്പാൻ അവിടെ നമ്മയെല്ലാം ഇടയാക്കട്ടെ പ്രാർത്ഥിക്കും. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കിയവൻ വീണ്ടും ജീവിപ്പിക്കും. തിരികെ കയറ്റും ആഴങ്ങൾ നാം. നിന്റെ ജനം നിന്നെ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക. സഹോദരങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക. ഉണർവിലേക്ക് കൊണ്ടുവരുന്ന, ചൈതന്യം വരുത്തുന്ന ഒരു ദൈവം. യോസഫിന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ആദ്യം യാക്കോബിന് ചൈതന്യം നഷ്ടപ്പെട്ടു. നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും. പക്ഷേ കുറെ നാള് കഴിഞ്ഞപ്പോൾ യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം, ഉണർവ് വ്യാപരിക്കുക, ജീവൻ വ്യാപരിക്കുക. നഷ്ടപ്പെട്ടത് മടങ്ങി വരിക, നിരാശകൾ മാറുകയാ, പ്രത്യാശ വരികയാ, ജീവൻ വ്യാപരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ദൈവാത്മാവിന് പറയാനുള്ളതാണ്. ഒരു വലിയ ഉണർവിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ, റിവൈവൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ ദൈവം നമ്മളെ മറക്കട്ടെ. ആത്മാവിൽ ഞങ്ങൾ ശക്തരാകട്ടെ. അഭിഷേകത്തോടെ നിൽക്കാൻ, ദൈവകൃപയോടെ നിൽക്കാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്, കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയാണ്, നമ്മുടെ ശൈലമാണ്, നമ്മുടെ സങ്കേതമാണ്, നമ്മൾ ആശ്രയിക്കുന്ന ദൈവമാണ്, നമ്മുടെ കോട്ടയാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഏതൊക്കെ ശക്തികൾ വന്നാലും ഭയപ്പെടും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും 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 അത് നിന്നോട് അടുത്തു വരാതെ വണ്ണം കാക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാൻ ഇടയാവണം. 145 സങ്കീർത്തനം അതിന്റെ 15 വാക്യം 18 വാക്യം നമുക്ക് സുപരിതമാണല്ലോ. 145:18 യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. ദാവീദിന്റെ സങ്കീർത്തനമാണ്. എന്റെ ദൈവമായ രാജാവേ, അങ്ങേ ഞാൻ പുകഴ്ത്തും. ദൈവത്തിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ദൈവത്തെ വാഴ്ത്തും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സങ്കീർത്തനമാണ്. നിന്റെ വീര്യപ്രവൃത്തികൾ ഞാൻ പ്രസ്താവിക്കും, നിന്റെ അത്ഭുത കാര്യങ്ങളെ ഞാൻ ധ്യാനിക്കും, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. കാണാത്ത ദൈവമല്ല, കേൾക്കാത്ത ദൈവമല്ല, സംസാരിക്കാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വരുന്ന ദൈവം. അത്ര ശ്രേഷ്ഠജാതിയാണ് നമ്മൾ സഹോദരങ്ങളെ. ഹാഗർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബർഷേബയിലായിരിക്കും. അവിടെ മനുഷ്യമായി തന്നെ കാണാൻ ആരുമില്ല.
വേദനപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹാഗറിനെ കണ്ടെടുത്തെയും സ്തോത്രം. വ്യക്തമായി മനസ്സിലാക്കണം, കരയുന്നവരെ കാണുന്ന, വിളിച്ചപേക്ഷിക്കുന്നവരെ കേൾക്കുന്ന ഒരു സ്വർഗമാണ് നമ്മൾ. മിസ്രൈമിലായിരുന്ന ജനത്തിന്റെ കഷ്ടത കണ്ടു, അവർ നിലവിളി കേട്ടു, സങ്കടമറിഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആളുകൾ ഒത്തിരിയുണ്ട്, ആൾക്കൂട്ടങ്ങളുണ്ട്, ആരവാരവങ്ങളുണ്ട്. പക്ഷേ അതിന്റെ നടുവിലും വിളിച്ചപേക്ഷിച്ച ബർത്തിമായ്ക്ക് വേണ്ടി നിന്ന ഒരു കർത്താവ് ഇന്നു പകൽ നമുക്ക് വേണ്ടി നിൽക്കും. വിശ്വസിക്കാമോ? ആരും നിന്നില്ലെങ്കിലും, ആരും കേട്ടില്ലെങ്കിലും, ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും മനസ്സിലാക്കിയില്ലെങ്കിലും, വിളിച്ചപേക്ഷിക്കുന്നവന് വേണ്ടി നിന്നിട്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് ചോദിക്കുന്ന ശബ്ദം മുഴങ്ങുകയാണ്. വിഷയങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും, നാളുകളായി കാണാൻ പറ്റാത്തതാണെങ്കിലും, വെളിച്ചം കാണാത്തതാണെങ്കിലും, കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു? യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. അടുത്തു നോക്കൂ, സത്യമായി അകൃത്യം കൂടാതെ നേരോടെ വിശുദ്ധിയോടെ നീതിയോടെ നടക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. യോസഫിനോട് ചോദിച്ചാൽ യോസഫ് അത് തന്നെ പറയും. പലരും തന്നെ മാറിപ്പോയി, ഓർത്തില്ല. പക്ഷേ വിശുദ്ധനായ മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ, അവസരമുണ്ടായിട്ടും പാപം ചെയ്യാത്ത മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിശുദ്ധനായി ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്ത മനുഷ്യൻ, സകല പ്രലോഭനങ്ങളെ അതിജീവിച്ച മനുഷ്യൻ, തന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതല്ലേ രാജാവ് ആളയച്ച് വിളിപ്പിച്ചത്? സത്യമായി തന്നെ വിളിച്ചപേക്ഷിച്ചു, വിശുദ്ധിയോടെ വിളിച്ചപേക്ഷിക്കുന്നു ഏവർക്കും സമീപസ്ഥനായി ഇറങ്ങി വന്ന ദൈവം. ആരും കാണാത്തയിടത്ത്, ആവർത്തിച്ചു പറയുന്നു, ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റാത്തയിടത്ത്, ആരും റെക്കമെൻഡ് ചെയ്യാത്തയിടത്ത്, യോസഫെ നിനക്ക് വേണ്ടി കമാൻഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. സത്യമായി വിളിച്ചപേക്ഷിച്ച ദാനിയേലേ, മുട്ടുകുത്തിയ ദാനിയേലേ, ദൈവത്തിന്റെ മുമ്പാകെ സ്വർഗത്തിലെ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ പ്രഖ്യാപനം ചെയ്ത ദാനിയേലേ, വിശുദ്ധിക്ക് വേണ്ടി നിന്നവനെ, നിന്റെ നിർണായക ഘട്ടത്തിൽ നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല. പതിവ് പോലെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സിംഹങ്ങളുടെ പതിവുകളെ തെറ്റിച്ച ദൈവത്തിന്റെ കരം ഇന്നു പകലിറങ്ങാൻ പോകുകയാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ അവിടെ മറ്റാരുമില്ല. ഡൊമീഷ്യൻ ചക്രവർത്തി റോമിലെ മെയിൻ ഗേറ്റ് പൂട്ടിയപ്പോ പ്രാർത്ഥിക്കുന്ന ഭക്തനായ യോഹന്നാനു വേണ്ടി സ്വർഗം തുറന്നു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതിന് കണ്ടു. സഹോദരങ്ങളെ, വിളിച്ചപേക്ഷിക്കുന്നവന് വേണ്ടി സിംഹത്തിന്റെ കുഴിയിലും തീച്ചൂളയിലും കാരാഗ്രഹത്തിലും പത്മോസിനകത്തും ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിക്കുന്ന സമീപസ്ഥനായ ദൈവം, ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ദൈവം, കുറുകിപ്പോകാത്ത കരമുള്ളവൻ, മന്ദമാകാത്ത ചെവിയുള്ളവൻ ഇന്നും നമ്മളോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്തിട്ട് പറ, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകും. ആരും നിന്റെ വിളി കേട്ടില്ലെങ്കിലും, ആരും മനുഷ്യൻ നിന്റെ അടുത്ത് വന്നില്ലെങ്കിലും, എനിക്ക് സകലവും കഴിയുമെന്ന് പറയുന്ന, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയെന്ന് പറയുന്ന, ഞാൻ നിന്നെ സഹായിക്കാമെന്നും ശക്തീകരിക്കാമെന്നും സൗഖ്യമാക്കാമെന്നും പറയുന്ന അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കൂ. ദൈവസാന്നിധ്യം നിങ്ങളെ ടച്ച് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും
സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ച അവരുടെ നിലവിളി കേട്ട് രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകലിറങ്ങി. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. സമീപസ്ഥനായ ദൈവം, ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ചെവി ചായ്ക്കുന്ന ദൈവം, ഞങ്ങളെ കാര്യങ്ങൾ വഹിക്കുന്ന ദൈവം, ഉത്തരമരുളുന്ന ദൈവം ഇന്നും കൂടെയുള്ളതിന് സ്തോത്രം. ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ബലം വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം ഞങ്ങളുടെ പാദപീഠത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ പറ, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന, എന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കാത്ത സമീപസ്ഥനായ ദൈവം, അടുത്തു വരുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.